ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, സർക്യൂട്ട് ക്വസ്റ്റ്യൻസ്, അതായത് പലപ്പോഴും കുട്ടികൾക്ക് പ്രയാസമാക്കുന്ന ഒരു സാധനമാണ് സർക്യൂട്ട്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും സാറ് പറയാം എന്താ സാർ സർക്യൂട്ട് എന്നുള്ള ഉദ്ദേശം പലർക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് സാധനങ്ങൾ അങ്ങനെ തരും ഇങ്ങനെ എന്തൊക്കെ തരും, പക്ഷെ നമുക്ക് അറിയണം. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചോ. സർക്യൂട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ സാർ കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാ വീഡിയോയിലും സാർ പറയുന്നുണ്ട് വീണ്ടും എന്തിനാ സാർ ഇത് പറയുന്നത് ചോദിച്ചാൽ അത്രയേ ഉള്ളൂടാ, നിങ്ങളുടെ എക്സാം അടിപൊളിയാണെന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട സാധനം എന്താ അറിയോ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാൻ ഉണ്ടാവണം പഠിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മുഴുവൻ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിലെ സർക്യൂട്ട് ക്വസ്റ്റ്യൻ ഈ വീഡിയോ കണ്ടിട്ട് സർക്യൂട്ട് ക്വസ്റ്റ്യൻസ് ഫുള്ള് സെറ്റ് ആക്കുക. അപ്പൊ സാറ് പ്രോബ്ലംസ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ്, ഫുൾ പ്രീവിയസ് ഇയറും ഇനി വരാനുള്ള സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും, തേർഡ് ചാപ്റ്ററിലെയും ഫോർത്തിലെയും ഫിഫ്ത്തിലെയും മുഴുവൻ ചോദ്യങ്ങളെയും PYQs സാർ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മതിയോ? അത് മാത്രം പോരാ, ഇനിയുണ്ട്. പിന്നെ എന്താ സാറേ, എടാ ഫോർത്തിലെയും ഫിഫ്ത്ത് സിക്സ്ത് ഈ 3 ചാപ്റ്ററിലെയും വരക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണണം. എടാ അത് മതിയോ? പോരാ, ഇനിയുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് 7 ചാപ്റ്ററിലെയും 1 വേർഡ് ക്വസ്റ്റ്യൻസും സാർ അപ്പ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് കണ്ടോക്കൂ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ലൈവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ് ഫിസിക്സിൽ A+ എന്നുള്ളത്. അപ്പൊ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യണം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചോടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഒക്കെ തന്നിട്ടുണ്ട്, അടിപൊളി ഒരു സർക്യൂട്ട് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണം. ഇൻ വിച്ച് മെത്തേഡ് ബൾബ് ആർ കണക്റ്റഡ്. എടാ ഏത് രൂപത്തിലാണ് ബൾബ് ഘടിപ്പിച്ചിട്ടുള്ളത്? എടാ നോക്കടാ, ബൾബ് അല്ല പറഞ്ഞു. എടാ ബൾബ് ഏത് രൂപത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്? ഒന്ന് ഇവിടെ ഉണ്ട്. എങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ളത്? അത് പാരലൽ ആയിട്ടാണ്. എങ്ങനെയാടാ? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എടാ ബി ക്വസ്റ്റ്യൻ നോക്ക്. എടാ S1 S2 S3 3 സ്വിച്ചുകൾ ഉണ്ട്. അത് സെയിം ടൈമിൽ എന്ത് ചെയ്തോടാ, ഓൺ ആക്കി. എടാ ക്വസ്റ്റ്യൻ ഞാൻ മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് വായിക്കില്ല, അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ ഉണ്ടാവുക? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചോ, 3-4 സ്വിച്ച് ഉണ്ടാവും, ഒരുമിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്നത് ഫ്യൂസ്. ഇവിടെ ഒരു ഫ്യൂസിനെ കണ്ടോടാ, ഫ്യൂസിനെ കണ്ടോ? ഈ ഫ്യൂസ് എന്തെങ്കിലും പൊട്ടും, ഓവർലോഡിങ് വന്നിട്ട് ഫ്യൂസ് എന്തെയ്യടാ പൊട്ടും. പുറത്ത് വെച്ചൂടെ, ഫ്യൂസ് പൊട്ടിപ്പോവും. അപ്പൊ ബി ക്വസ്റ്റ്യനും കഴിഞ്ഞു കേട്ടോ. എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എടാ ഇനി സി ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, സി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറണ്ട്. എടാ അമിത വൈദ്യുതി ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? രണ്ട് സമയത്താ. ഒന്ന് എപ്പോഴാണ്? ഓവർലോഡിങ് ഉണ്ടാവുന്ന സമയത്ത്. എപ്പോഴാ? ഓവർലോഡിങ് ഉണ്ടാവുമ്പോ. രണ്ടാമത്തതോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത്. പ്രശ്നമുണ്ടോ? ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാവുന്ന സമയത്താണ്, പ്രയാസമില്ല. എടാ ഡി ക്വസ്റ്റ്യന് കാൽക്കുലേറ്റ് ടോട്ടൽ പവർ. എടാ ഇത് എപ്പോഴും ചോദിക്കാറ്, കുറെ ആൾക്കാർ വലിയ സംഭവമാക്കും. ഒന്നുമില്ല, ഈ ബൾബിന്റെ പവർ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ പവർ മക്കളോട് ചോദിക്കുന്ന സമയത്ത് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണം. എത്രയടാ 40 + 60 എത്രടാ? 100 വാട്ട്. ടോട്ടൽ പവർ എത്ര? 100 വാട്ട്. സീനുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സർക്യൂട്ട്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കടാ, ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ആർ ദ പവർ ഓഫ് ദ ബൾബ്? ബൾബിന്റെ പവർ എത്രയാണ്? 40 വാട്ട്, എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? ബൾബിന്റെ പ്രതിരോധം എത്രയാണ്? എടാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ പ്രതിരോധം, എടാ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നത്? പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 ആണ്. വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയടാ? 230 ആണ്. ഇത് നമ്മളോട് ചോദിക്കുകയാണ് എന്താ നമ്മളോട് ചോദിക്കുന്നത്? റെസിസ്റ്റൻസ് ചോദിച്ചാൽ മക്കളെ ഇക്വേഷൻ ഇതാണ്, V²/P. ഓക്കെ, എന്താ ഇക്വേഷൻ? V²/P. ഓർത്ത് വെച്ചോളൂ കേട്ടോ, V²/P. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. R is equal to V² എന്ന് പറഞ്ഞാൽ 230ന്റെ സ്ക്വയർ ആണ്, 2 വട്ടം ഇൻറ്റു 230/230 ഇൻറ്റു 230/40. ഓക്കെ, 0 കട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാണ് കേട്ടോ. 230 ഇൻറ്റു 23/4 ചെയ്ത് നോക്കും, സീനൊന്നുമില്ല. എടാ അത് കഴിഞ്ഞാൽ ഒരു 60 വാട്ട്. ഓക്കെ, പ്രോബ്ലംസിന്റെ സെഷൻ വേറെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാതെ, ഞാൻ ഈ സർക്യൂട്ട് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള, എങ്ങനെയാണ് അനലൈസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു 60 വാട്ട് ബൾബ് കണക്റ്റഡ് ഇൻ സീരീസ്. എടാ ഇവിടെ ഞാനൊരു 60 വാട്ടിന്റെ ബൾബ് കൂടെ വെച്ചു. ഓക്കെ, 60 വാട്ട് എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചോ, ഇത് എന്ത് കണക്ഷനാ? സീരീസ് കണക്ഷൻ ആണ്, ശ്രേണിയാണ്. ശ്രേണിയില് ഏത് ബൾബാ നന്നായിട്ട് ഗ്ലോ ചെയ്യാറ്? പവർ കുറഞ്ഞ ബൾബ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇൻ സീരീസ് ലെസ് പവർ ബൾബ്
ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി. എടാ ലെസ് പവർ, പവർ കുറവുള്ള ആളാണ് നന്നായിട്ട് കത്തുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പവർ കുറവുള്ള, അതായത് മലയാളത്തിൽ ശ്രേണിയിൽ പവർ കുറവുള്ള ബൾബാണ്. കുറവുള്ള ബൾബ് കൂടുതൽ പ്രകാശിക്കുന്നു, തീവ്രതയിൽ പ്രകാശിക്കും. ഒന്ന് ഓർത്ത് വെച്ചോ, ഒന്ന് ഓർത്ത് നോക്കണേ. സിമ്പിൾ ആണ്. അതേപോലെ ഒരു ചോദ്യത ഒന്നുകൂടെ ഞാൻ തന്നു. എടാ നോക്കടാ, റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞു. നിങ്ങൾ കാണും എന്റെ ഇക്വേഷൻ ഇതാ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്നിട്ട് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു 40 വാട്ട് ബൾബ് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഒരു 40 വാട്ട് ബൾബ് ഞാൻ ഇവിടെ വെച്ചു. ഏത് ബൾബാ നന്നായിട്ട് ഗ്ലോ ചെയ്യാന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചത്. 40 ആണോ അല്ലെങ്കിൽ 100 ആണോ? ഏതാ? ഇതും സീരീസ് ആണ്, ശ്രേണിയാണ്. അപ്പൊ പവർ കുറവുള്ളതാണ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ. അപ്പൊ ഇതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആര് കാണിക്കും. അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒന്ന് പാരലൽ കൊടുത്തു. ഓക്കെ, രണ്ടെണ്ണം ഇങ്ങനെ പാരലൽ കൊടുത്തു. ഓക്കെ, ശ്രദ്ധിച്ചോ, ഇത് 60 വാട്ട്, ഇത് 40 വാട്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏത് ബൾബാണ് നന്നായിട്ട് കത്തുന്നത്? പാരലൽ ആവുമ്പോ, ശ്രേണി ആവുമ്പോ പവർ കുറവുള്ള പാരലല്. ശ്രദ്ധിച്ചോ, പാരലൽ കണക്ഷൻ ഹൈ പവർ ബൾബാണ് ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി. ഓക്കെ, അതായത് സമാന്തരം പവർ കൂടുതലുള്ളത്, പവർ കൂടുതൽ ഉള്ള ആളാണ്, കൂടുതലുള്ള ബൾബ് എന്ത് ചെയ്യൂടാ, കൂടുതൽ പവറിൽ കത്തും, നന്നായിട്ട് കത്തും. അപ്പൊ ഇവിടെ ആരാ നന്നായിട്ട് കത്താം? 60 വാട്ടാണ്. ഒന്ന് ഓർത്തിച്ചോളി. നല്ല ക്വസ്റ്റ്യൻ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഏത് സർക്യൂട്ടിലാണ് ബൾബുകൾ കൂടുതൽ നന്നായിട്ട് കത്തുക? ഓക്കെ, ഏത് സർക്യൂട്ടിലാണ്? ഇത് ഏതാടാ? ഇത് സമാന്തരാണ്, ഇത് ശ്രേണിയാണ്. ഏതിലാണ് നന്നായിട്ട് കത്തുക? സമാന്തരത്തിലാണ് നന്നായിട്ട് കത്തുക. ഓക്കെ, ഓർത്തുവെച്ചോളി, സമാന്തരത്തിലാണ് നന്നായിട്ട് കത്തുക. രണ്ട് സർക്യൂട്ടിൽ നിന്ന് ഓരോ ബൾബ് ഊരി മാറ്റിയാൽ എന്ത് സംഭവിക്കും? എടാ, ഇവിടുന്ന് ഒരു ബൾബിനെ അടുത്ത് ഒഴിവാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. കറണ്ട് ഇതിലെങ്ങനെ വന്നിട്ട് ഇതിലെങ്ങനെ പോകും അല്ലേ? അപ്പൊ ഈ ബൾബ് അടിപൊളിയായിട്ട് കത്തും. പക്ഷേ ഇവിടുന്ന് ഒരു ബൾബിനെ എടുത്ത് ഒഴിവാക്കിയാൽ കറണ്ട് ഇതിലെങ്ങനെ വന്ന് ഇവിടെ എങ്ങനെ നിൽക്കും? കാരണം ഇവിടെ ഗ്യാപ്പാണ്, ഒഴിവല്ലേ. അപ്പൊ അതിലൂടെ കറണ്ട് പോകില്ല. അപ്പൊ ഈ സർക്യൂട്ട് കത്തൂല. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, നോക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഇവിടെ നേരത്തെ പോലെ തന്നെ രണ്ട് ബൾബ് തന്നിട്ടുണ്ട്. ഈ ഒരു ഏത് ബൾബ് നന്നായിട്ട് കത്തുക? രണ്ടിനും സെയിം പവർ അല്ലടാ. അപ്പൊ രണ്ടും നന്നായിട്ട് ഒരേപോലെയാണ് കത്തുക. ഓക്കെ, ഒരേപോലെ കത്തുക. രണ്ടില് കറണ്ട് സെയിം ആണോ? പാരലലിൽ ശരിക്കും കറണ്ട് സെയിം അല്ല. പക്ഷെ ഇവിടെ രണ്ടിന് പവർ സെയിം ആയതുകൊണ്ട് കറണ്ട് സെയിം ആണ് കേട്ടോ. അടുത്ത ഒരു 5 വാട്ട് ബൾബ്, ഈ 3 വാട്ടിന് പകരം ഇവിടെ ഒരു 5 വാട്ട് കൊടുത്തു. ഇവിടെ 3 വാട്ട് ഉണ്ട്. ഇതിൽ ഏതാണ് നന്നായിട്ട് കത്തുക? നിങ്ങൾക്കറിയാം, പവർ കൂടുതലുള്ളതാണ് നന്നായിട്ട് കത്തുക. കാരണം ഇത് പാരലലാണ്, 5 വാട്ട്. സീനൊന്നുമില്ല. എടാ, ഇവിടുന്ന് പല രൂപത്തിലും ചോദിക്കാം. ഒരു ചോദ്യം, ഏത് ബൾബാ ഇവിടെ നന്നായിട്ട് കത്തുക? ഏത് ബൾബാ നന്നായിട്ട് ഗ്ലോ ചെയ്യുക? വിച്ച് ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി? ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിച്ച് ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി? ഏതാ? ഇതായിരിക്കും. കാരണം എന്താടാ? ഇവിടെ ലെങ്ത് കുറവാണ്. ലെങ്ത് കുറയുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ലെങ്ത് കുറയുമ്പം റെസിസ്റ്റൻസ്, പ്രതിരോധം കുറയുമ്പം കറണ്ട് കൂടുമ്പം ഗ്ലോ കൂടും, നന്നായിട്ട് കത്തുന്നു. പ്രശ്നമുണ്ടോ? ഇല്ല. ചിലപ്പോ ചോദിക്കും, എടാ ഈ കമ്പി പൊട്ടിയിട്ട് വീണ്ടും ജോയിൻ ചെയ്തു, ഏതാ നന്നായിട്ട് കത്തുക? എടാ, പൊട്ടിയ കമ്പി നന്നായിട്ട് കത്തുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യടാ? ചെറുതാവും. ലെങ്ത് കുറയുന്ന ബൾബാണ് നന്നായിട്ട് കത്തുക. ഓർത്തുവെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. എടാ, ഇതില് ഏതാണ് കറക്റ്റ് എന്നുള്ള ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് ഓർത്തുവെച്ചോളൂ, ഗ്യാസ്. ഓക്കെ, ഗ്യാസ് എന്ന് പറഞ്ഞാൽ G4 കുറച്ചുകൂടെ വലുതാക്കിയാണ്. ഓക്കെ, അതായത് G4 എന്തിനാണ്? G4 ഗാൽവനോമീറ്റർ. G എന്താണ്? ഗാൽവനോമീറ്റർ. A പറഞ്ഞ അമ്മീറ്റർ. ഇതൊക്കെ എന്തിലാണ്? S-ലാണ്, സീരീസിലാണ്, ശ്രേണിയിലാണ്. അപ്പം വോൾട്ട് മീറ്റർ മാത്രമേ പാരലലുള്ളൂ കേട്ടോ. സമാന്തരത്തിൽ വോൾട്ട് മീറ്റർ മാത്രമേ ഉള്ളൂ. ഇതാണ് ശരി. ഓക്കെ, മറ്റേ രണ്ടാൾ എന്തിലാണ്? സീരീസിൽ അല്ലെങ്കിൽ ശ്രേണിയിലാണ്. വോൾട്ട് മീറ്റർ മാത്രമേ പാരലലുള്ളൂ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
ഒരു S1 എന്നുള്ള സ്വിച്ച് ഓൺ ആക്കി ഏത് ബൾബാ കത്തുക? S1 ഓൺ ആക്കി ഏതും B1 കത്തും. സിമ്പിൾ. ഓക്കെ, ഈ സമയത്ത് ഫ്യൂസിലൂടെ എത്ര കറണ്ട് പോകുന്നു? എടാ ഇവിടെ കറണ്ട് കാണാൻ പറഞ്ഞാല് നോക്കട്ടെ, കറണ്ട് കാണാൻ പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാം, കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I is equal to wattage by voltage. വാട്ടേജ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രടാ? 200 by 230. 00 കട്ട് ചെയ്താൽ 20/23 എന്ന് വരും. 0.8 സംതിങ് വരും. അടക്കട്ടെ. രണ്ട് സ്വിച്ചുകളും ഓൺ ആക്കുമ്പോൾ സർക്യൂട്ടിൽ എന്ത് മാറ്റം ഉണ്ടാവും? ഈ രണ്ട് സ്വിച്ച് ഓൺ ആക്കി, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഞാൻ രണ്ട് സ്വിച്ച് ഓൺ ആക്കി എന്താ ഉണ്ടാവും? ഫ്യൂസ് അടിച്ചോ അല്ലെ? ഫ്യൂസ്, കാരണം നിങ്ങൾ നോക്കട്ടോ, ഇവിടെ ഏകദേശം 0.8 വരും. അതുപോലെ തന്നെ ഈ B2, ഇത് B1 എന്നുള്ള B2 എന്നുള്ള ബൾബിലും 0.8 ഏക്കർ കറണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ട് എത്രടാ? 0.8 1.6 വരും. ഇവിടെ ഫ്യൂസ് 1 ആണ്, അതിനേക്കാളും കൂടുതൽ കറണ്ട് പോകുമ്പോൾ ഫ്യൂസ് അടിച്ചു. സിമ്പിൾ. ഓക്കെ, ദെൻ നോക്കടാ അടുത്തത്. എന്നാ ഇങ്ങനെ ഒരു ചിത്രം തരാം. രണ്ട് കോയിലുകൾ മക്കൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മ്യൂച്വൽ ഇൻഡക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം തരാം, ഇവിടെ രണ്ട് കോയിൽ ഉണ്ട് സാറേ, അപ്പോഴും മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം തരാം, ഇവിടെ രണ്ട് കോയിൽ ഉണ്ട് സാറേ, അപ്പോഴും മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷന്റെ ചിത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, സജസ്റ്റ് എ മെത്തേഡ് ഫോർ കണ്ടിന്യൂസ് ഗ്ലോയിങ്. ബൾബ് എപ്പോഴും കത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തൊരു ബൾബ് എപ്പോഴും കത്തണം. എന്താ ചെയ്യേണ്ടത് മക്കളെ? ഇതാ ഇതില് ഇവിടെ ഉള്ളത് ബാറ്ററിയാണ്, ഇവിടെ ഉള്ളതും ബാറ്ററിയാണ്, ഇവിടെ ഉള്ളതും ബാറ്ററിയാണ്, ഇവിടെ ഉള്ളത് AC ആണ്. AC ആക്കിയ ബൾബ് എപ്പോഴും കത്തും. ഓർത്തു വെക്കുക, ബാറ്ററിക്ക് പകരം AC കൊടുത്താൽ ബൾബ് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. കത്തി പോകുന്നല്ലോ, എപ്പോഴും നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് കത്തുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഫിനോമിനാണ്, ഏത് പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഏതാ? രണ്ട് കോയിൽ കണ്ടാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നെയിം ദ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ് ദിസ് ഫിനോമിന. മ്യൂച്വൽ ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിൽ വേറെ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത്? ഏതൊക്കെയുള്ളടാ? ട്രാൻസ്ഫോമർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിയും ക്യൂ എന്താണ്? Q എന്താണ്? P പറഞ്ഞ പ്രൈമറി കോയിലും Q പറഞ്ഞ സെക്കൻഡറി കോയിലുമാണ്. P പറഞ്ഞ പ്രൈമറി കോയിലും Q സെക്കൻഡറി കോയിലുമാണ്. ഓക്കെ, സീനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്ഷന്റെ ക്വസ്റ്റിലേക്ക് പോകാണ്ട്. ഇതിന്റെ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ട്. സെൽഫ് ഇൻഡക്ഷന്റെ ചോദ്യത്തിലേക്ക് പോകാം. സെൽഫ് ഇൻഡക്ഷന്റെ ചോദ്യം ഒന്നെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചിത്രം തരും, അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം തരാം, അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം തരാം. നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങളോട് ഇവിടെ ചോദിക്കുക, ബൾബ് ഏത് ബൾബിനാണ് നന്നായിട്ട് കത്തുക? ഏത് ബൾബാണ് ഹൈ നന്നായിട്ട്, ഏത് ബൾബാണ് നന്നായിട്ട് ഗ്ലോ ചെയ്യുക എന്നുള്ള ചോദിക്കുക. നിങ്ങൾ നോക്കേണ്ട എന്താ? ആദ്യം നന്നായിട്ട് ഹൈ ഗ്ലോയിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ DC ഉണ്ടോ എന്ന് നോക്കുക. AC ഒന്നും നന്നായിട്ട് കത്തൂല. ഇത് AC, അപ്പൊ ഇത് നന്നായിട്ട് കത്തൂല, ഇയാൾ നന്നായിട്ട് കത്തൂല, ഇയാൾ നന്നായിട്ട് കത്തൂല. ഈ രണ്ടിൽ ആരെങ്കിലും ഒരാളാണ് നന്നായിട്ട് കത്തുക, അല്ലെ? അപ്പൊ ഇവർ രണ്ടാൾ Aയും Bയും ആണ് നന്നായിട്ട് കത്തുക. അപ്പൊ ഇവിടെ നോക്കി, അങ്ങനെ സാറേ നിങ്ങൾക്ക് മനസ്സിലായി? എടാ മനസ്സിലാവാൻ സിമ്പിൾ അല്ല ചെങ്ങായിമാരെ. എടാ ബാറ്ററി ഉള്ളതാണ് നന്നായിട്ട് കത്തുക. ഓക്കെ, അപ്പൊ ബാറ്ററി ഉള്ള സാർ ഇവിടെ ഏതാ നന്നായിട്ട് കത്തുക? ഇതിൽ ഏതാ നന്നായിട്ട് കത്തുക? സാറേ ഇതല്ലേ, കാരണം ഇതിനാണ് ബാറ്ററി ഇല്ല, അത് നന്നായിട്ട് കത്തും. അറിയാം. എടാ ഇതിൽ ഏതാ നന്നായിട്ട് കത്തുക? സാറേ ഇത് നന്നായിട്ട് കത്തില്ല, കാരണം ഇതിൽ ബാറ്ററി ഇല്ല, ഇതിലും ബാറ്ററി ഇല്ല, ഇതായിരിക്കും നന്നായിട്ട് കത്തുക, അടിപൊളിയായിട്ട് കത്തുക. അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ എന്തുകൊണ്ടാ സാറേ കത്തൽ കുറയാൻ കാരണം, ഗ്ലോയിങ് കുറയാൻ കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ട് എഴുതുക, ഇറ്റ്സ് ഡ്യൂ ടു ബാക്ക് EMF. എടാ സെൽഫ് ഇൻഡക്ഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്ക് EMF കൊണ്ടാണ്. ബാക്കി AC ഉള്ളതിലൊക്കെ അതിന്റെ കളർ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറയാനുള്ള കാരണം ഓർത്തുവെച്ചൂടെ? സിമ്പിൾ ആണ്. ഓക്കെ, നോക്കണം. അടുത്ത് ഈ ഒരു സാധനം ഒന്ന് ഓർത്തുവെച്ചോളി. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രണ്ട് ലൈനുകൾ, ഒന്ന് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ഫേസ് ലൈൻ നമ്മൾ ലൈവ് ലൈൻ എന്ന് വിളിക്കാറുണ്ട്. അത് നേരെ നമ്മളെ വീട്ടിലെ kW പുറത്ത് ഒരു kW വെക്കുക. അവിടുന്ന് നേരെ നമ്മൾ ഒരു ഫ്യൂസിനെ വെക്കുക, ഒരു മെയിൻ ഫ്യൂസിനെ എവിടെ? ഫേസ് ലൈനിലാണ്. ഇവിടെ ഫേസ് ലൈനിലാണ് വെക്കുക. അവിടെ നമ്മൾ നേരെ ഒരു മെയിൻ സ്വിച്ചിനെ കണക്ട് ചെയ്യും, മെയിൻ സ്വിച്ച് നേരെ ഒരു ELCB കണക്ട് ചെയ്യും, ELCB നേരെ ഒരു MCB കണക്ട് ചെയ്യും, നേരെ സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ്. ഇതൊന്ന് വൃത്തിക്കൊന്ന് നോക്കി വെച്ചാൽ. ഓക്കെ, പല സമയത്തും ഈ സാധനം തന്നിട്ട് വെറുതെ ഒന്നും ആവശ്യമില്ലാതെ കുട്ടികൾ ടഫ് ആക്കാറുണ്ട്, ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ചോദ്യം. ഓക്കെ, എടാ ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് നോക്കാനാണ്. എടാ ഫ്യൂസ് ഒരിക്കലും ന്യൂട്രൽ ലൈനിലല്ല വരിക, ഫ്യൂസ് എപ്പോഴും ഫേസ് ലൈനിലാണ്. അപ്പൊ ഒന്നാമത്തെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലായി. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താ അറിയോ? എടാ ഈ ലൈൻ നമ്മൾ വിളിക്കുന്ന പേര് എർത്ത് ലൈൻ ആണ്. എർത്ത് ലൈനില് ഫേസിൽ എർത്ത് ലൈൻ കൊടുക്കല് അല്ല, എർത്തിലാണ് കൊടുക്കല്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് സർക്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. കൂടെ ഉണ്ട് റാൻസ്, ഒരു പേടിയും വേണ്ട. ഫിസിക്സ് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ പറഞ്ഞതേ വരുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. നിങ്ങൾ പഠിക്കുക, നമുക്ക് അടിച്ചു വിളിക്കാം. ഓക്കെ, ബൈ ബൈ.